പിന്നെ വേറെന്തൊക്കെയാണ് ബാക്കിയുള്ള കൂടെ വന്നിരിക്കുന്ന ആരാണ്? കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ അളിയൻ വേഴ്സസ് അളിയൻ്റെ നമ്മൾ 503 എപ്പിസോഡ് ഈ അമൃത ടി വിയിൽ ചെയ്ത പ്രോഗ്രാമാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു 400 എപ്പിസോഡോളം അതിനെ എഴുതി ഞങ്ങൾക്കെല്ലാം അഭിനയിക്കേണ്ട രംഗങ്ങൾ ഒരുക്കി തന്ന ആളാണ് രാജീവ് കരുമാടി. സ്ക്രിപ്റ്റ് റൈറ്ററാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് കോമഡി പ്രോഗ്രാംസിന് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. രാജീവ് നമസ്കാരം. സുഖമായിരിക്കുന്നോ? പുതിയ വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? ഇപ്പോ അളിയൻസ്, പിന്നെ മറിമായം, പിന്നെ സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. നന്നായിരിക്കട്ടെ, സിനിമയിലൊക്കെ വരൂ. സോ ഓൾ ദി ബെസ്റ്റ്. കേറി വാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ശ്രദ്ധിക്കും. നിങ്ങൾ 4 പേരും കൂടി എന്ത് ചെയ്യുക ഇവിടെ എന്ന അമ്മയുടെ ചോദ്യത്തിന് മുകേഷ് നൽകുന്ന മറുപടി ക്യാ ഹേ? എ വ്യായാമം ചെയ്യുന്നു, ബി യോഗാസനം ചെയ്യുന്നു, സി വെറുതെ കാറ്റുള്ള നെയ്യുന്നു. 20 seconds. തുടങ്ങിയത് ബി യോഗാസനം ചെയ്യാറുണ്ടോ? യോഗാസനം ചെയ്യുന്നു. ഹേ ഹോ. ബി യോഗാസനം ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. എന്തെങ്കിലും ഇതുപോലത്തെ ആസനങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അല്ല, ഇത് പൂട്ടി കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പൂട്ടാൻ പറ്റൂല്ലേ? അത് കഴിഞ്ഞു. അത് സാധാരണ ഈ ലോക്കരൊന്നും അല്ലത്. ഇത് വല്ലാത്തൊരു പൂട്ടാണ്. അപ്പൊ എന്തായാലും പൂട്ടിയത് തന്നെ. അതായിക്കോട്ടെ. എന്തെങ്കിലും ആസനങ്ങൾ ആസനങ്ങൾ യോഗ ഉള്ളവർക്കല്ലേ ചേട്ടാ ആസനം ഉള്ളൂ. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു പുതിയ സംഭവം തുടങ്ങിയിരിക്കുന്നു. വായിച്ചില്ലായിരുന്നു? ഇതേട്ടാ നമ്മുടെ ഇതിന് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലായിട്ട് വന്നിരിക്കുകയാണ്. ആരോ ഒരു ഗ്രൂപ്പ് മിമിക്രി ആസനം തുടങ്ങിയിരിക്കുന്നു. സത്യം, മിമിക്രി ആസനം. അതുകൊണ്ട് അതിപ്പല്ല, പണ്ടേ ഉണ്ട്. അല്ല, എങ്ങനെ നമുക്ക് മിമിക്രിയിലൂടെ ഈ ആസനങ്ങൾ ചെയ്ത് എങ്ങനെ പുഷ്ടിപ്പെടുത്താം, അതാണ് അവർ നോക്കുന്നത്. ഓ ശരി. നമ്മളിപ്പോൾ പറയുന്നു കാക്ക തൂറിയെന്ന് തോന്നുന്നത്, പക്ഷെ അത് ആസനങ്ങൾ ചെയ്തിട്ട് ഒന്നുകൂടെ ബലപ്പിക്കാതെ. എന്തായാലും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ അങ്ങനെയെങ്കിലും ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ സംഭവങ്ങൾ വരട്ടെ. മിമിക്രിക്കാരൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് മിമിക്രിക്കാരാണ് പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അവരുടെ പേരിലൊരു യോഗാസന ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ മിമിക്രി ആസനം. ഓക്കെ. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. അത് വരും. കാരണം ചെറുതായിട്ട് മിമിക്രി വരുന്നവരൊക്കെ പോയി ചേരും. അത് ഓൺലൈൻ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. പിന്നെ എളുപ്പമായി. ഞാൻ വെറുതെ പറഞ്ഞ, പക്ഷെ ഒരുപക്ഷെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും തുടങ്ങുക. അല്ലേ, ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തുടങ്ങിയാലോ എന്ന്. സത്യത്തിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പാട്ട് പാടുന്ന കേട്ടില്ല നേരത്തെ ഇവിടെയൊക്കെ നടന്നപ്പോൾ ഞാൻ വന്നപ്പോഴേ. പാട്ടൊക്കെ ഇങ്ങനെ ഇവരുടെ 10-15 വർഷം മിമിക്രി ട്രൂപ്പുമായിട്ട് നടന്നതാണ്. അപ്പോൾ നർമ്മകല എന്ന് പറയുന്ന എൻ്റെ ഒരു ട്രൂപ്പായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറും കൂടി ആർട്ടിസ്റ്റായിട്ട് സഹകരിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ട്രൂപ്പിൻ്റെ ഈ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു നിലവിൽ അതിന് ഒരു ഭാഗമാകാനായിട്ട് നമ്മളും ചെറിയ പാട്ടൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു. ഇത് മിമിക്രി പാട്ട് ചേട്ടൻ കേട്ടിട്ടുണ്ടോ? കേൾപ്പിക്കേ. ഞാൻ പെട്ടെന്ന് മാനസമൈനേ വരൂ ആയിരിക്കും പാടുന്നെന്ന് ഇങ്ങനെ വിചാരിച്ചു. നോക്കിയപ്പോൾ ഫീമെയിൽ സൗണ്ടിൽ, ജാനകിയമ്മയുടെ സൗണ്ടിൽ സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ, ഗംഭീരമായിരുന്നു. വളരെ വളരെ നന്നായി. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാനീ പറഞ്ഞില്ലേ, ചേട്ടനെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ എന്തോ ഒരു വലിയൊരു കുറ്റം ചെയ്ത് പ്രതിയായിട്ടാണ്. കാരണം ചേട്ടനൊക്കെ എല്ലാ ഷോയിലും ജഡ്ജായിട്ടിരുന്നിട്ട് ഇവിടെ വന്നിരുന്ന് പാടും സംഗീത സ്കൂളിൻ്റെയോ സംഗീത കോളേജിൻ്റെയോ മുമ്പിൽ കൂടി പോലും പോയിട്ടില്ല കേട്ടോ. ഇത് നിവർത്തികേട് കൊണ്ട് സ്റ്റേജിലൊക്കെ പാടി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയുള്ളൊരു. അതുകൊണ്ട് തന്നെ സംഗീത, ശ്രുതി, ലയം, താളം ഇവിടെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ഇവിടെ നമ്മൾ പൂർണ്ണ എൻജോയ്മെന്റ് ആണ്. പിന്നെ ആപ്പട പരിചയമുള്ളത് സംഗീത, ശ്രുതി, പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്ന പിറകെ പോയ പിള്ളേർ. അതുകൊണ്ടായിരുന്നല്ലേ? അതൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഇല്ലാത്ത അതൊക്കെ. അല്ല, ഞാൻ ചെയ്യുന്ന ഈ സംഗീതം ഇപ്പൊ ഇവിടെ ഉണ്ട്. സംഗീതം ഉണ്ട് ഇപ്പൊ. ഏത് സ്കൂളിലായിരുന്നു അതൊക്കെ പറയണോ? അല്ല, നൂറുകൊണ്ട് സ്കൂൾ, വട്ടപ്പാറ സംഗീതം. അത് തന്നെ. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ പറയാത്ത. അനുവേ, നിനക്കറിഞ്ഞൂടെ? അല്ല, നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞ നമുക്ക് വട്ടപ്പാറ ഒരു ചേട്ടാ ഒരു കാര്യം പറയട്ടെ.
അനൂപിന് സംഗീതം അറിഞ്ഞൂടാ, സംഗീതയുടെ മോളെ അറിയാൻ പറ്റും. കാരണം അനൂപിന് ആ പ്രായമേ ഉള്ളൂ. സംഗീതം നമ്മളെ റേഞ്ചാണ്. ഏതായാലും സംഗീതം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ മാപ്പാക്ക, ഇതൊക്കെ തമാശന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ റിയാസ് നൽകിയ ഉത്തരം ബി, യോഗാസനം ചെയ്യുന്നു. ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതും ഉടനടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ എനിക്ക് യോഗമുണ്ട്. പിന്നെ പെട്ടെന്ന് തുടങ്ങിക്കോ കേട്ടോ. കാരണം ഇത് വേറെ ആരെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഈ മിമിക്രി ആസനം തുടങ്ങിക്കണം. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ചേട്ടനെ വിളിക്കും, അത് ഉദ്ഘാടനം ചെയ്യാം. അപ്പോഴും സഹകരിക്കണം. അത് വേണോ? റിയാസ്, ഇതാ മൂന്നാമത്തെ ചോദ്യം. ശ്രദ്ധിക്കും, ഒരു വീഡിയോ. നിനക്കെന്താ ചീങ്ങനുണ്ടാ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണ്. അപ്പൊ റിയാസ് നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഇപ്പൊ ഇവിടെ വന്നു. അപ്പൊ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടല്ലോ. ഇതിൽ സിദ്ദിഖൊന്നും പറഞ്ഞിട്ടില്ല, ബാക്കി രണ്ടുപേരും സംസാരിച്ചു. എന്നാൽ സിദ്ദിഖ് എന്താണ് പറയാൻ പോകുന്നത്? ഓപ്ഷൻ എ, ഓ അപശകുനമാണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്, അവൻ നമ്മളെ പറ്റിക്കുമോ? ബി, കാക്കയാണ് തൂറിയിരിക്കുന്നത്, അപശകുനമാണല്ലോ, അവൻ നമ്മളെ പറ്റിക്കുമോ? സി, അവൻ നമ്മളെ പറ്റിക്കുമോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്, അവൻ നമ്മളെ പറ്റിക്കുമോ? കാക്കയാണ് തൂറിയിരിക്കുന്നത്, അപശകനമാണ്, അവൻ നമ്മളെ പറ്റിക്കുവോ? മഹാദേവ. ഓപ്ഷൻ ബി. അപ്പൊ ഇത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഇത് കണ്ടു കേട്ടാ, കുറേ കണ്ട്. പിന്നെ ഈ ഓർമ്മയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സീനൊന്നും നമ്മൾ മറക്കില്ല. കാരണം ആ കാക്ക തൂണ്ട്, അത് പറയല്ലേ എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ ബി തൽക്കാലം അവിടെ ഇരിക്കട്ടെ. എനിക്ക് കൂടുതൽ മിമിക്രികൾ കാണാൻ ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ല. അപ്പം രാഷ്ട്രീയക്കാരിൽ ആരെങ്കിലും? രാഷ്ട്രീയക്കാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ. രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഞാൻ ചെയ്യണമല്ല. എങ്കിലും ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടന് വേണ്ടിയിട്ട്. ശരി, പ്ലീസ്. മേരെ പ്യാരെ ദേശവാസിയോം, അതായത് നിങ്ങളുടെ ഏതൊരാവശ്യവും സബ്കോ മേരാ നമസ്കാർ സപ്ലൈകോ വഴി നടപ്പാക്കി തരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. കേരൾ ഏക് അച്ഛാ ദേശ് ഹൈ. കേരളം ഒരു അച്ഛൻ്റെ നാടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് തുഞ്ചത്തെഴുത്തച്ഛനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരൾ മേ ആനെ വാലെ, കേരളത്തിലെ ആനവാലുകളും ഏക് ബച്ചേ നെ മുझे പൂछा, കൊച്ചു പൂച്ചകളും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. കേരൾ കി സ്റ്റേറ്റ് സേ, കേരളത്തിൻ്റെ എന്താ പറഞ്ഞേ? കേരൾ കി സ്റ്റേറ്റ് സേ, കേരളത്തിൻ്റെ എന്താ പറഞ്ഞേ? കേരൾ കി ചരിത. ഈ പറഞ്ഞവളെ എനിക്കൊട്ട് അറിയത്തുമില്ല, എനിക്ക് ബ്ലൂടൂത്തും ഇല്ല, വാട്സാപ്പും ഇല്ല. ഇത് എന്നെ മനഃപൂർവ്വം കരിവാരത്തേക്കാണ്. സൂപ്പർ. സോ ബി, കാക്കയാണ് തൂറിയിരിക്കുന്നത് എന്നുള്ള ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. വെരി ഗുഡ്. 2000 രൂപ സമ്മാനമായി ഇതാ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഞാൻ ഈ മിമിക്രികളെ കാണിക്കണമെങ്കിലും ഈ പൂട്ടി വെച്ചിട്ടേ ഈ അടുത്ത് മിമിക്രി കാണിക്കാൻ പറയുമ്പോൾ നമ്മൾക്കുള്ളിൽ ടെൻഷനാണ്. ഇത് ശരിയാണോ എന്നുള്ളത് അറിയണ്ട കേട്ടാ.